ദേവോയ് എത്ര ദിവസമായി ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്? 12 ദിവസമോ? പണിക്ക് വരുന്നല്ലേ? ആ, ഇപ്പോൾ പണിയില്ലല്ലേ? വേറെ പണിക്ക് പോകാൻ പറ്റില്ല. ആരോഗ്യസ്ഥിതി മോശമാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യണതേ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ, കുറച്ച് ദിവസമല്ല ഇന്നലെ കണ്ടെന്നൊരു യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് കണ്ടു. കേരള ലോട്ടറിയും ബോച്ച ടിക്കറ്റും. ഇപ്പോൾ ബോച്ച ടിക്കറ്റ് എനിക്ക് തോന്നണ കേസാണെന്ന് തോന്നണം, കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, കാരണം ആ വീഡിയോസിൽ മൊത്തം കേരള ലോട്ടറി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ആളുകളായാലും ചോദിക്കുന്ന ആൾക്കാരും പിന്നെ വീഡിയോ ചെയ്യണവരൊക്കെ കേരള ലോട്ടറിക്ക് 5 പൈസ കിട്ടണില്ല, 100 രൂപ പോലും കിട്ടണില്ല എന്നും പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞതിൽ കുറേയൊക്കെ തെറ്റുണ്ട്. കാരണം പൈസ കിട്ടണില്ല എന്നല്ല, ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടണുണ്ട്. 100,000, 500,000, 1000,000 ലക്ഷങ്ങളും ഫസ്റ്റ് പ്രൈസ് തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് പലർക്കും കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന 2 പേർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ബംഗാളിക്കടിച്ചും മറ്റുള്ളതൊക്കെ അടിച്ചേക്കാം. പറഞ്ഞു വന്നാൽ ഇതല്ല. കാരണം ഈ കേരള ലോട്ടറി വിൽക്കണത് കൂടുതലും പ്രായമായവർ, അതുപോലെ തന്നെ വികലാംഗർ, മറ്റുള്ള പണിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാർ, അസുഖങ്ങൾ മൂലം അങ്ങനെയുള്ളവരാണ് ഈ കേരള ലോട്ടറി വിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇത് വിൽക്കുന്നത്, ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഞാൻ കുറച്ചാളായിട്ട് വിൽപ്പനയില്ല, കാരണം പുറത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം നിർത്തിയാണ്. ഇത് വീണ്ടും മറ്റേനും പുറത്തേക്ക് പോയി വിറ്റിരുന്നതാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് വിൽക്കണ ഇപ്പം ദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള ആൾ വാർക്കപ്പണിക്കാരാണ്. ആ വണ്ടിയും ഇരിക്കുന്നത്, പക്ഷേ എന്നിട്ട് നടക്കാൻ പോലും പറ്റില്ല. ആൾക്ക് വേറെ പണിക്ക് പോകാൻ പറ്റാണ്ടായപ്പോഴാണ് ആൾ ഇത് കണ്ടത്. അതുപോലെ തന്നെ 2-3 ചേട്ടന്മാരുണ്ട്, കൽപ്പണിക്ക് പോയാലും വാർക്കപ്പണിക്കാരൊക്കെ ഇപ്പം ടിക്കറ്റുമ്പോൾ തന്നെയാണ്. ഏതൊരു പാടില്ലാത്ത ആൾക്കും ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കും ചെയ്യാവുന്ന ഒരു തൊഴിലാണ് ഈ കേരള ലോട്ടറി ടിക്കറ്റ് വിൽപ്പന. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, ഇവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അവർക്ക് വേറെ പണിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് ഇതുമായിട്ട് ഇറങ്ങണത്. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ തരം താഴ്ത്തിയില്ലെങ്കിലും, അല്ല സോറി, നിങ്ങൾ ഈ ടിക്കറ്റ് ഓക്കെ. അപ്പം ഇത്രേ ഉള്ളൂ. എനിക്ക് ഇത് പറയാൻ, അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.